നമസ്കാരം. നമ്മളെന്നുള്ളതേ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ഭാഗത്താണുള്ളത്. ഒരു ട്രഡീഷണൽ സ്റ്റൈലുള്ള ഒരു വീടാണ് നമ്മളിന്ന്, അതിൻ്റെ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണിക്കുന്നത്. 20 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. പ്രദീപ് അനില ദമ്പതികളുടെയാണ് വീട്. 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം വരുന്ന മനോഹരമായിട്ടുള്ള ട്രഡീഷണൽ സ്റ്റൈൽ വീടാണ്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കോസ്ഫോർഡ് എന്ന് പറഞ്ഞ സംഘടനയാണ്. ആ സംഘടനയിലുള്ള ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ശാന്തിലാൽ സാറാണ്. അപ്പോൾ ആളുടെ നമ്പറും അവരുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ വീടുകൾ നിർമ്മിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ വീട് ഷൂട്ട് ചെയ്യാൻ അറേഞ്ച് ചെയ്ത് തന്നതും ശാന്തിലാൽ സാറാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീടിൻ്റെ പ്ലാൻ നമ്മൾ കമൻറ്റ് ബോക്സിൽ ലിങ്കിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ. 20 സെൻറ്റ് പ്ലോട്ടാണ്. അതിലെ ചെറിയൊരു ഭാഗത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ട്രഡീഷണൽ സ്റ്റൈല് 2 നില വീടാണ്. കാണുമ്പോൾ ഒരു നില തോന്നിക്കും, പക്ഷേ 2 നിലയാണ്. മേലെ ഒരു റൂമും ചെറിയൊരു അപ്പർ ലിവിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചെങ്കല്ല്, തേപ്പില്ലാണ്ട്, പ്ലാസ്റ്ററിങ് ഇല്ലാണ്ട് ചെങ്കല്ലാണ് നമുക്കിതിൽ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ സാധാരണ ആ ഒരു കളിമണ്ണുകൊണ്ടുള്ള ആ ഒരു ഓടാണ് ഇതിൻ്റെ റൂഫിങ്ങിൽ ചെയ്തിരിക്കുന്നത്. അപ്പം അത്രയും മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഈ നമ്മളിന്ന് പരിചയപ്പെടുന്നത്. 1750 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. അതിൽ സിറ്റ് ഔട്ട് വരുന്നുണ്ട്, ലിവിങ് വരുന്നുണ്ട്, ഡൈനിങ് വരുന്നുണ്ട്, 3 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്, കിച്ചൺ വരുന്നുണ്ട്, വർക്ക് ഏരിയ വരുന്നുണ്ട്. അങ്ങനെ എല്ലാം ഉൾപ്പെടുന്ന ഒരു വീടാണ് ഈ 1750 സ്ക്വയർ ഫീറ്റിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ചില ഭാഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കോട്ടയാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒപ്പം പ്രദീപ് ചേട്ടനുണ്ട്, ഈ വീടിൻ്റെ ഓണർ. അപ്പോൾ ആൾ കുറച്ചും കൂടി കാര്യങ്ങൾ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും, ഇതെങ്ങനെയൊക്കെയാണ്, ഏത് രീതിയിലൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്ക് സിറ്റ് ഔട്ട് വരുന്നത്. ഒരു ചെറിയൊരു എൽ ഷേപ്പ് സിറ്റ് ഔട്ട്, അതാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. 2 പില്ലർ കൊടുത്തിട്ടുണ്ട്. ആ പില്ലർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പഴയ ഒരു പില്ലറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലാസ്റ്ററിങ് ഇല്ല, ചെങ്കല്ല് പോളിഷ് ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മെയിൻ ഡോറ് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, 2 പാളി, സിമ്പിളായിട്ടുള്ള 2 പാളി. അതിൽ അതിൻ്റെ കൊത്തു വർക്കുകളും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു വരച്ചിട്ടുള്ള ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. റൂഫിങ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഓട്, ആ ഓട് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ പുതിയ ഓട്, ബാക്കി സൈഡിലും ബാക്കിലൊക്കെ പഴയ ഓട് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒപ്പം നമ്മുടെ പ്രദീപ് ചേട്ടൻ ഉണ്ട്, നമ്മുടെ വീടിൻ്റെ ഓണർ. പ്രദീപ് ചേട്ടാ, ഈ ഡോറ് ഇതെങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ട് എങ്ങനെയാണ് സംഭവം? ഇത് നമ്മള് പഴയ മരങ്ങൾ ഉപയോഗിച്ച് ചെയ്താണ്. ഇത് ഇങ്ങനെ തന്നെ റെഡിമെയ്ഡ് മേടിച്ചതാണിത്. റെഡിമെയ്ഡ് മേടിച്ചാണല്ലേ? തിരൂര് ഭാഗത്തൊരു വീട് പൊളിച്ചപ്പോ അവിടെ നിന്ന് എടുത്തു കൊടുക്കുന്നതാണ്. ഇതൊക്കെ ഇത് അതെല്ലാം കൊത്തുപണികളൊക്കെ അതിലുണ്ടായിരുന്നതാണ്. ഇത് ദശാവതാരാണ്. ദശാവതാരം കൊത്തിയ ഡോറാണത്. ആ രീതിയിലാണ് 10 അവതാരങ്ങൾ അതിൽ കൊത്തി വെച്ചിട്ടുണ്ട്. 10 അവതാരല്ലേ? കാണുമ്പോൾ ഒരു വെറൈറ്റി. ആ പഴയ ഡോർ അപ്പോൾ അത് നമ്മളെടുത്ത് പോളിഷ് ചെയ്തു, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. പിന്നെ അതിൽ വേറൊരു കാര്യം കൂടി പറയാണ്ട്, പ്രകൃതി സൗഹൃദ നിർമ്മിതിയാണ് ഈ കോസ്ഫോർഡ് എന്ന സംഘടന അവർ ഉദ്ദേശിക്കുന്നത്. അവർ എല്ലാ സ്ഥലത്തും, കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ആ രീതിയിലാണ് അവർ വീടുകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് പ്രതിപെട്ട ഈ ഒരു ലിവിങ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തേക്കുന്നത്. ലിവിങ്, അതെ. ഇതിൽ ഈ ഫ്ലോറിങ്ങിൽ എന്താ ചെയ്തിരിക്കുന്നത്? ഫ്ലോറിങ് റെഡ് ഓക്സൈഡ് ആണ്. റെഡ് ഓക്സൈഡ് ആണല്ലേ? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെങ്കല്ല് പ്ലാസ്റ്ററിങ് നമുക്ക് ഈ ഒരു ഹാഫ് ആണോ ചെയ്തിരിക്കുന്നത്? ഹാഫ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഒരു ക്ലിയർ അടിച്ചതാണ്. ക്ലിയർ അടിച്ചാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്താണ് സ്ലാബ് ഒക്കെ വാർത്തിരിക്കുന്നത്. സ്ലാബ് വാർത്തുള്ളത്. ഓക്കെ. ബാക്കിയുള്ളതൊക്കെ റൂഫിംഗ് ഒക്കെ ഓട് മേഞ്ഞ സീലിംഗോടും ചെയ്താണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ വിൻഡോസ് ഒക്കെ പഴയ വിൻഡോസ് ആണോ അതോ പുതിയതിൽ തന്നെ ചെയ്താണോ? എങ്ങനെ? നമ്മള് പഴയ മരങ്ങൾ പൊളിച്ചിട്ട് അതൊന്ന് ചെയ്തതാണ്. അത് കൽപ്പാത്തി ഒരു ബിനുമാഷാണ് അത് അറേഞ്ച് ചെയ്തത്. കൽപ്പാത്തി ഭാഗത്ത് നടത്തുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഒരു ഭാഗത്തായിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മുടെ കോട്ടയാടാക്കി ഇട്ടതാണ്. കോട്ടയാടാക്കിട്ടല്ലേ? ഓക്കെ. അപ്പൊ ഈ കോട്ടയാടിലേക്ക് നമ്മൾക്ക് ആ ബെഡ്റൂമിൽ നിന്ന് ഒരു വിൻഡോ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടല്ലേ? അതൊരു പണ്ടത്തെ ഒരു കാഴ്ചപ്പാടാണ്, ഒരു കിളിവാതിൽ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് കൊടുത്തതാണ്. ഇതിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം അകത്തേക്ക് വീഴും? ചെറിയ തോതിൽ ചെറിയൊരു പകുതി ഭാഗം അല്ലേ? പകുതി ഭാഗം ചെറിയ തോതിൽ ഉണ്ടാവും. വെള്ളം പോകാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഇതിലെന്താ മുളയാണ് അല്ലേ? അത് മുള. ഓക്കെ. ഈ ഒരു ഭാഗത്തായിട്ട് ബെഡ്റൂം വരുന്നത്? അതൊരു ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂമും ഓക്കെ. ഇതിന്റെ സ്ലാബ് വാർത്തിട്ട് അതിൽ ഓട് വെച്ചിട്ടാണ് സ്ലാബ് ഫില്ലർ സ്ലാബ് മറ്റേന്ന് പറയാം.
അങ്ങനെയല്ലേ, ശരി. അത് കോസ്റ്റ് ബോർഡിന്റെ വർക്കൊക്കെ അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ വരുന്നത്. ഓക്കെ ഓക്കെ. ഒരു ബൈ വിൻഡോ കൊടുത്തിട്ടുണ്ട്, അതിലിരിക്കാനുള്ള സൗകര്യം അല്ലെങ്കിൽ സ്റ്റഡി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ ഡൈനിങ്ങിൻ്റെ സ്പേസിലേക്കാണ് വരുന്നത് അല്ലേ. ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെയർ റെഡിമെയ്ഡ് ഒരു ജിഐയിൽ പണിതിട്ടുള്ള സ്റ്റെയർ ആണ് അല്ലേ. ഓക്കെ. ഇപ്പോൾ ഇവിടെ വാഷ് ഏരിയ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ് സ്പേസ് അല്ലേ, ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ വിൻഡോസ് രണ്ട് സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഈ ഒരു കിച്ചൺ ഓപ്പൺ കിച്ചൺ. ഇപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇട്ടിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യത്തിനാണ്. അത്ര ഉള്ളൂ അല്ലേ. ഒരു ഭാഗത്തായിട്ട് കിച്ചൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് വർക്ക് ഏരിയ വരുന്നത്. ഓക്കെ. ആ ഭാഗത്ത് വരുന്നത് അല്ലേ. വലിയ സെക്കൻഡ് ബെഡ്റൂം പറഞ്ഞത് ഈ ഒരു ഭാഗത്താണല്ലേ. ഇതൊക്കെ ഫുൾ ഫാമിലി ആണോ? ഫാമിലി ഫോട്ടോ ആണ്. അത് കഴിഞ്ഞ ഓണത്തിന് എടുത്ത ഫോട്ടോ ആണ്. അപ്പൊ എല്ലാരും കൂടി ഫോട്ടോ എടുത്തില്ലേ. ഓക്കെ ഓക്കെ. ഇത് സെക്കൻഡ് ബെഡ്റൂം അല്ലേ. ആ ബെഡ്റൂമിനെക്കാട്ടും കുറച്ചുകൂടി വലിപ്പം മാസ്റ്റർ ബെഡ്റൂം ആണല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. കുറച്ചും കൂടി വലിപ്പം ഉണ്ട്. ഏകദേശം ഒരു 12 സൈസ് വരുന്ന ഒരു ബൈ വിൻഡോ അവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ട് വിൻഡോസും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. ഈ റൂമിൽ നിന്നാണ് കിളിവാതിൽ എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ റൂമിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കോട്ടിയാടിലും മഴ പെയ്യുന്നതും അതേപോലെ മറ്റുള്ള ഫുള്ളായിട്ടുള്ള ഏരിയ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്കിതിൽ ഈ ഒരു ഭാഗത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ കിച്ചൺ ഇവിടെ വരുന്നത്. 3 പാളി വിൻഡോസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല വെളിച്ചം, അതിൻ്റെ കാലത്തുള്ള നല്ല വെയിലും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു വർക്ക് ഏരിയ അല്ലേ, ചെറിയൊരു വർക്ക് ഏരിയ ഈ ഒരു ഭാഗത്തുണ്ട്. പിന്നെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കിണറും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കിച്ചണിലൊരു ബയോഗ്യാസിൻ്റെ ഒരു സെറ്റ് ചെയ്യുന്നുണ്ട്. എവിടെ ബയോഗ്യാസ് ഉണ്ട്? ഓ ഈ ഒരു ചെറിയ ഒറ്റ ഇത് ഗ്യാസ് അല്ലേ, ബയോഗ്യാസ്. അപ്പൊ അത് എങ്ങനെ വേസ്റ്റ് കാര്യങ്ങൾ എങ്ങനെ ഉദ്ദേശിക്കുന്നത്? നമ്മള് ഫുഡ് വേസ്റ്റ് ഒക്കെ അതിൽ പോകും. അപ്പൊ അത് എത്ര നാൾ കിട്ടും ബയോഗ്യാസിൽ? അത് നമ്മള് വേസ്റ്റ് ഇടുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ഗ്യാസ് കിട്ടുന്നുണ്ട്. അതിന്റെ പ്ലാന്റ് ബാക്കിലുണ്ടല്ലേ. ഓക്കെ. അപ്പോൾ ഒരു ബയോഗ്യാസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്നാണ്. പക്ഷേ നമുക്ക് പുറത്തുനിന്ന് ഗ്യാസ് മേടിക്കേണ്ടി വരുന്നുണ്ടോ? ഉണ്ട്, പക്ഷേ ആദ്യത്തേക്കാളും കുറെ വ്യത്യാസം ഉണ്ട്. അത് ഉപയോഗിക്കുന്നത് കുറവാണ്. പിന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. ഇതൊക്കെ മരമാണോ? മരമാണ്. ഇതൊക്കെ കൽപ്പാത്തി നിർത്താണ്. ഇതിന്റെ പൈപ്പ് കാര്യങ്ങളൊക്കെ വലിയ GI സ്ട്രക്ചറൊക്കെ ഇതിന്റെ. അതേപോലെ തന്നെ ഇത് കംപ്ലീറ്റ് ഇതിന്റെ ടോപ്പിൽ ഇട്ടിരിക്കുന്നതൊക്കെ മരങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വിൻഡോ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതിലും നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് മേലെ കയറി വന്നു കഴിഞ്ഞാൽ ഒരു L ഷേപ്പിലാണ് അപ്പർ ലിവിങ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് ഉദ്ദേശിക്കുന്ന ഓപ്പൺ ടെറസ് ആണ്. ആ ഭാഗത്തേക്ക് ഉദ്ദേശിക്കുന്നത്. അവിടെ വേറെ ഒന്നുമില്ല. ഈ രണ്ട് ഭാഗത്ത് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. പിന്നെ ഇരിക്കാനോ അല്ലെങ്കിൽ കിടക്കാനുള്ള ഒരു സൗകര്യത്തിന് ഈ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ താഴെ കണ്ടിട്ടുള്ള കോട്ടയാടിന്റെ ഭാഗമല്ലേ ഇത്? അതിന്റെ മുകൾ ഭാഗം, അതിന്റെ മേലെ ഭാഗം അല്ലേ. ചെറിയൊരു ഭാഗം മാത്രമാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുള്ളൂ അല്ലേ. അല്ലാണ്ട് വല്ലാണ്ട് അങ്ങനെ മഴ ഫുള്ളായിട്ട് പെയ്ത് കിട്ടില്ല. ഓക്കെ. പിന്നെ ഈ ഒരു ബെഡ്റൂം ഇവിടെ അല്ലേ, മൂന്നാമത്തെ ബെഡ്റൂമാണ് മേലെ വരുന്നത്. മൊത്തം 3 ബെഡ്റൂമാണ്. 3 അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് നമ്മൾ താഴെ കണ്ട ഫസ്റ്റത്തെ ബെഡ്റൂമിൻ്റെ അതേ സൈസിലും അതേ അളവിലും കാര്യങ്ങളാണ് ഇവിടെ മേലേക്ക് എടുത്തിരിക്കുന്നത്. ഇവിടെ റൂഫിങ് വരുന്നത് കംപ്ലീറ്റ് ഓടാണ് അവർ മേഞ്ഞിരിക്കുന്നത്. അപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂം അവിടെ വരുന്നുണ്ട്. അപ്പോൾ 1780 സ്ക്വയർ ഫീറ്റ് അല്ലേ പ്രതിപാട്ടോ? ഓക്കെ. ഇത് ഏകദേശം എത്ര ബഡ്ജറ്റായി നമ്മുടെ കോസ്റ്റ് ബോർഡ്? സാധാരണ മറ്റേ വീടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് മാറ്റമുണ്ട്. ഏകദേശം ഒരു 25-26 വന്നിട്ടുണ്ടാവും. ഒരു ഇതിൽ നിന്നിട്ടുണ്ടല്ലേ. എത്ര നാളെടുത്തു പണി കഴിയാനായിട്ട്? 1 വർഷം എടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ചെയ്യാൻ കാരണം? ഒന്നുമില്ല, നമ്മള് മറ്റേ വീട് ഉപയോഗിച്ചിരുന്നു. ഇതിന് മുന്നേ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. അപ്പൊ പിന്നെ ശാന്തിലാൽ സാറായിട്ട് ചോദിച്ചപ്പോ ഇങ്ങനത്തെ ഒരു ആശയങ്ങൾ കിട്ടിയപ്പോ അങ്ങനെ മുന്നോട്ട്. മറ്റുള്ളവര് നിർമ്മിച്ചിട്ടുള്ള മറ്റുള്ള വീടുകൾ കണ്ടിരുന്നോ? പോയിട്ട് കണ്ടിരുന്നു. സാറ് 2 വർക്ക് 2 സൈറ്റിൽ പോയി നോക്കി. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഓക്കെ ആയിട്ടാണ് ചെയ്തല്ലേ. ഓക്കെ.
അപ്പോൾ കോസ്ഫോർഡ് സംഘടനയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവർ കോസ്ഫോർഡ് സംഘടന തൃപ്രയാർ തൃശ്ശൂരാണ് അവരുടെ ഓഫീസും കാര്യങ്ങളും വരുന്നത്. ഇത് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ശാന്തിലാൽ സാറാണ്. അപ്പോൾ ആളുടെ നമ്പർ നമ്മൾ കോൺടാക്ട് നമ്പറിൽ കൊടുക്കുന്നുണ്ട്. ഒപ്പം ഇതിൻ്റെ പ്ലാനും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീടിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഈ സംഘടനയെ കുറിച്ചിട്ടോ നിങ്ങൾക്ക് വീട് പണിയാനോ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.